മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പരാതി. മുറിവുമായി എത്തിയ 5 വയസ്സുകാരി ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് പരാതി. പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളാണ് പരാതി നൽകിയത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും അന്വേഷിച്ചു മറുപടി നൽകാമെന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് വ്യക്തമാക്കി. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. ഗോകുൽ, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ ആശുപത്രി അധികൃതർ? വിജയകുമാർ, ഇന്നലെ വൈകിട്ടാണ് പോത്തുകൽ ചെമ്പ്ര സ്വദേശിയായിട്ടുള്ള 5 വയസ്സുകാരെയും കൊണ്ട് അവരുടെ മാതാപിതാക്കൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോകുന്നത്. കുട്ടിയുടെ ശരീരമാസകലം പലതരത്തിലുള്ള വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തലയുടെ പുറകിലുള്ള വ്രണത്തിൽ നിന്ന് പുഴുക്കളരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടെ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ ചില പരിശോധനകളൊക്കെ നടത്തിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7:45 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ആളുടെ വണ്ടിയിൽ അവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. അവിടെ എത്തിയ ശേഷം ഇയാൾ ആ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെ അവിടെ ആക്കിയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി അവിടെ ഒബ്സർവേഷൻ ഇട്ടതിന് ശേഷം ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയിട്ട് അവർ ഡിസ്ചാർജ് ആയി എന്ന് ഈ പറയുന്ന ഇവരെ അവിടെ കൊണ്ടാക്കിയുള്ള മണികണ്ഠനെ വിളിച്ചു പറയുകയാണ്. ഇന്നലെ ഈ കുട്ടിയുടെ ശരീരത്തിൽ തലയിലെ പുഴുക്കളെയൊക്കെ മാറ്റി തലയിൽ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയിട്ട് ഇതേ മണികണ്ഠന്റെ വണ്ടിയിൽ ഇവർ തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്ന സമയത്ത് കുട്ടിക്ക് തലയിൽ നിന്ന് വേദന അനുഭവപ്പെടുകയും കുട്ടി കരയുകയും ചെയ്തു. പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് വേദന എടുക്കുന്നുണ്ടോ എന്ന് കുട്ടി പറയുന്നു. അവർ ചെറിയ രീതിയിൽ ഈ പറയുന്ന ബാൻഡേഡ് മാറ്റി നോക്കിയ സമയത്ത് തലയിൽ നിന്ന് പുഴുക്കളുണ്ടായിരുന്നു. അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകുന്ന കുട്ടിയുടെ തലയിലെ വ്രണത്തിൽ നിന്ന് പുഴുക്കൾ വീണ്ടും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ST ഹെൽത്ത് പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം അറിയിച്ചതിന് ശേഷം അവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ഒരു പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വീണ്ടും അതായത് രണ്ടാമതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്തതെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്ന ഈ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്രണ്ടിനെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത്തരമൊരു വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്നുമാണ്. പിന്നീട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടാനോ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ 5 വയസ്സുകാരി കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിജയകുമാർ, പരാതിക്കാരുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. മമ്പാട് എത്തിയ സമയത്ത് ഈ എത്തുന്ന സമയത്ത് 2-3 പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാ കരയുന്നത്, അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ചെലവും വരുന്നുണ്ടോ ചോദിച്ചു. ഉണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകണ കാണാണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്. ഏകദേശം ഒരു 10-25 പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും 5 വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചികിത്സ തുടരുകയാണ് എന്ന വിവരമാണ് ഒടുവിൽ വരുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.